അഷ്ടമസ്കന്ധത്തിലെ വാമന അവതാരത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ വായന. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വായിച്ചു നിർത്തിയത് മഹാബലിയും വാമനനും കണ്ടുമുട്ടുന്നതും വാമനനോട് മഹാബലി അങ്ങ് ആരാണെന്നും എന്താണ് അങ്ങയുടെ ആവശ്യമെന്നുമൊക്കെ ചോദിക്കുകയും ചെയ്യുന്നതും അതിന് ഉത്തരം പറയാൻ തുടങ്ങുന്നവരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഇനി ഇന്നത്തെ ഒരു ചെറിയ ആമുഖം പറയാം. മഹാബലി ചോദിച്ചതിന് മറുപടിയായിട്ട് വാമനൻ പറഞ്ഞു, ഞാനൊരു തപോധനാണ്. പല മഹാത്മാക്കളുമാണ് എനിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ആരും സഹായത്തിനില്ല. ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിക്കും. അവർക്ക് ഇഷ്ടമുള്ള പേരുകളൊക്കെ എന്നെ വിളിക്കും. എൻ്റെ ആവശ്യം ഞാൻ അങ്ങയോട് പറയാം. അത് എനിക്ക് പറയാൻ തന്നെ മടിയാണ്. ഇതെല്ലാം കേട്ട മഹാബലി പറഞ്ഞു, നിനക്ക് എന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കാം, രാജ്യമോ ധനമോ എന്താണെങ്കിലും. വാമനൻ പറഞ്ഞു, ഇതിലൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് തപം ചെയ്യാൻ എല്ലാ നാളേക്കുമേ എൻ്റെ പാദം കൊണ്ട് അളക്കുന്ന 3 അടി പ്രദേശമേ എനിക്ക് ആവശ്യമുള്ളൂ. ഇത് കേട്ട മഹാബലി ചോദിച്ചു, വെറും 3 അടിയെ നിനക്ക് ആവശ്യമുള്ളെന്നോ? ഒരു രാജ്യം തന്നെ ഞാൻ നിനക്ക് തരാം. വാമനൻ പറഞ്ഞു, എനിക്ക് 3 അടി അല്ലാതെ ഒന്നും വേണ്ട. സമ്മതമെങ്കിൽ പാനീയം തന്ന് സത്യം ചെയ്യൂ. ഇത് കേട്ട മഹാബലി പറഞ്ഞു, ശരി, അങ്ങേക്ക് അത് മതിയെങ്കിൽ അത് തരാം. പിന്നീട് പോരായെങ്കിൽ വീണ്ടും തരാം എന്ന് പറഞ്ഞ് കിണ്ടിയിൽ വെള്ളം എടുക്കൂ എന്ന് പറയുന്ന സമയത്ത് തൻ്റെ ഗുരുവായ ശുക്രാചാര്യൻ മഹാബലിയെ മാറ്റി നിർത്തിയിട്ട്, ഈ വന്നിരിക്കുന്നത് മഹാവിഷ്ണു ആണെന്നും നീ നീർ കൊടുത്ത് സത്യം ചെയ്താൽ 3 അടിക്ക് ജഗത്രയും മൊത്തവും അളന്നു പോകും എന്നും പറയുന്നു. പിന്നീട് ഒരിക്കൽ തരാം എന്ന് പറഞ്ഞ് അയക്കാനും പറയുന്നു. ഇത് കേട്ട മഹാബലി പറഞ്ഞു, ഞാൻ അങ്ങ് ചോദിക്കുന്ന എന്തും തരാം എന്ന് പറഞ്ഞു പോയി. എനിക്കിനി അത് മാറ്റി പറയാൻ പറ്റില്ല. ഭഗവാന്റെ ഇച്ഛ അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. വീണ്ടും ശുക്രാചാര്യൻ പറഞ്ഞു, അത്യാവശ്യത്തിന് പലപ്പോഴും കള്ളം ആകാം എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും മഹാബലിക്ക് ഇളക്കമില്ല എന്ന് കണ്ട ശുക്രാചാര്യൻ മഹാബലിയെ ശപിക്കുകയും ചെയ്യുന്നു. അതിനും അദ്ദേഹം പ്രതികരിച്ചില്ല. കിണ്ടിയിൽ വെള്ളം നിറച്ച മഹാബലി വാമനൻ്റെ കയ്യിൽ ഒഴിച്ച് സത്യം ചെയ്യാൻ ആരംഭിക്കുന്ന സമയം ഒരവസാന ശ്രമം എന്നോണം ശുക്രാചാര്യൻ ഒരു വണ്ടായി കിണ്ടിയുടെ വാലിൽ കൂടി വെള്ളം വരാത്ത രീതിയിൽ കരടായി കിടന്നു. ഇത് മനസ്സിലാക്കിയ വാമനൻ ഒരു ദർഭപ്പുല്ലുകൊണ്ട് അതിൻ്റെ വാലിലൂടെ ഒരു കുത്തു കൊടുക്കുകയും ശുക്രാചാര്യൻ്റെ കണ്ണ് വേദനിക്കുകയും നീങ്ങി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ദാനജലം സ്വീകരിച്ച വാമനൻ വളരാൻ തുടങ്ങുകയും ഇത് കണ്ട മഹാബലി ഗുരുവിൻ്റെ ഉപദേശം ധിക്കരിച്ചത് ഓർക്കുകയും ചെയ്യുന്നു. ഭൂലോകം ഒരടി അളന്നു, രണ്ടാമത് സ്വർഗത്തെയും. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, 3 അടി തരാം എന്ന് പറഞ്ഞിട്ട് 2 അടി മാത്രമേ ഉള്ളൂ. അസത്യം പറഞ്ഞാൽ നരകത്തിൽ പോയി വസിക്കേണ്ടതായിട്ട് വരും. മഹാബലി പറഞ്ഞു, എനിക്ക് ഈ ശരീരം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങ് എൻ്റെ ശിരസിൽ 3ാമത്തെ അടി അളന്ന് എൻ്റെ സത്യം രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ മഹാബലിയെ തൻ്റെ തൃക്കാലടി വെച്ച് അങ്ങനെ അനുഗ്രഹിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പോൾ എല്ലാം കൊണ്ട് ശുദ്ധനായിരിക്കുന്നു. എല്ലാം നശിച്ചപ്പോഴും നിനക്ക് ഒരു സംഭ്രമവും ഉണ്ടായില്ല. നീ ഇനി പാതാളത്തിൽ പോയി ഇരിക്കുക. വരും കാലത്തിൽ ഇന്ദ്രനാവുകയും ചെയ്യും. അങ്ങനെ പ്രഹ്ലാദനും മഹാബലിയും സുതലത്തിൽ പോയി ഭഗവാനെയും ധ്യാനിച്ചിരിക്കുന്നു. ഇനി അടുത്തതായി മത്സ്യാവതാരത്തെ കേൾപ്പിക്കണമെന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ശുഗമഹർഷിയോട് അപേക്ഷിക്കുന്നത് വരെയാണ് ഇന്നത്തെ വായന. ഓം ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഞാനൊരു തപോധന നന്ദനൻ നിരാധാരൻ, ദീനനായി മഹാത്മാക്കൾ ആധാരമായുള്ളവൻ. താനേ പോന്നിതോ സഹായികളില്ലാരും തന്നെ. സാനന്ദം പലയിടത്തും സഞ്ചരിക്കുകയും ചെയ്യും. പേരവരവരെല്ലാം അന്നു പലതരം ഓരോരോ നിമിത്തങ്ങൾക്കോരോന്നേ ചൊല്ലിപ്പോരും. മൂലങ്ങളവയോരോന്നറിവാൻ അരുതാത ബാലനെന്തഹോ പറയുന്നതു മഹാമതേ. നീയൊരു മഹാത്മാ ധർമ്മിഷ്ഠനെത്രയും നിത്യം. മായമെന്നിയേ ദേവബ്രാഹ്മണ പിതൃഭക്തൻ. ദാനവാന്നയെത്തിങ്കിൽ പണ്ടു കീഴുണ്ടായതിൽ താനിവനധികൻ അത്യുത്തമൻ മഹാബലി. ദീനന്മാരപേക്ഷിച്ചതെല്ലാമേ മടിയാതെ ദാനം ചെയ്തിടുന്നു പോലാവോളം ദിനം പ്രതി. മാനസം തെളിഞ്ഞ് ഏവമെല്ലാരും ചൊല്ലിടുന്നത് ആനന്ദത്തോടെ കേട്ടു കൺവാനായി വന്നിടിനീൻ. വാമനൻ പറഞ്ഞതു കേട്ടുടൻ വൈരോചനീ. താമസമൊഴിഞ്ഞു ചൊല്ലിടിനാനെടോ വടോ. നീ തവ മനോഗതമായത് ചൊല്ലിക്കൊണ്ടാൽ ചേതസി മടിയാതെ ഞാനതു തരാമല്ലോ. രാജ്യമോ ദേശങ്ങളോ മന്ദിരങ്ങളോ ബഹുപൂജനാ നിനക്ക് അർത്ഥഭൂഷണവരങ്ങളോ. വസ്ത്രമോ പശുക്കളോ രത്നമോ സുവർണമോ
ഭക്തമോ തിലതൈലധാന്യക സമൃദ്ധിയോ പത്നിയോ സഖികളോ ദാസികൾ ദാസന്മാരും പത്തിയോ മമാന്തികേ നിത്യാദിവാസത്വമോ ശ്രദ്ധയെന്തോന്ന് പറഞ്ഞിടിനാൾ നൽകിയിടുവൻ ഉൾത്താരിൽ മടിക്കയില്ലൊന്നിനും അറികേടും വല്ലതും അഭിപ്രായമായതങ്ങ് എന്തെന്നത് ചൊല്ലുക ഭവാനെന്നു ചൊല്ലിക്കേട്ടതു നേരം ചൊല്ലിനാൻ വടുരൂപിതാൻ എനിക്കിതുകളിലില്ല അഭിരുചി തുലോമൽപ്പമായുള്ളോന്നത്രയും ചൊല്ലുവാനതു ഭവാനോടു ഞാൻ നാണിക്ക കൊണ്ടല്ലോ മന്ദിച്ചിടുന്നു ചൊല്ലുകെന്നതും വന്നു ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുക ഭവാനെനിക്കും അല്ലലെന്നിയെ തപം ചെയ്തുകൊണ്ടനുദിനം കല്യാണാത്മനാ വാഴ്വാൻ മൂന്നടി പ്രദേശമിങ് എല്ലാ നാളേക്കും നൽകിയിടേണമെന്നതേ വീണ്ടും മറ്റു ചോദിച്ചതൊന്നും എനിക്കു വേണ്ടിയില്ല ഞാൻ മുറ്റുമെൻ പാദം കൊണ്ട് മൂന്നടി ഒഴിഞ്ഞിടും ആർക്കാനുമുള്ളിടത്തും ചെന്നിരുന്നീതാനും ഒന്നോർക്കുമ്പോൾ കുറഞ്ഞൊന്ന് നീങ്ങേണമെന്നാകിലോ പേർത്തോ മറ്റെവിടെ പോയി ചെന്നിരുന്നിടേണ്ടു ഞാൻ ഓർത്താലും വലിയൊരു സങ്കടമല്ലേ പാർത്താൽ കേൾക്കണം ഭവാനിതെന്നിങ്ങനെ ജഗന്മയൻ ആഖ്യാനം ചെയ്താനതു കേട്ട സുരേന്ദ്രൻ ചൊന്നാൻ നോക്കെടോ വടോ തവ ചിന്ത എന്തിന് പുനരാർക്കാനും ചേരാതോരവസ്ഥാന്തരമലമലം മൂന്നടി പ്രദേശം കൊണ്ടെന്തിനാകുന്നു തവം ചെന്നു നിന്നുടൻ വലം വയ്ക്കുവാൻ കൂടെ പോരാം മാന്യന്മാർക്കൊരുവരോട് അർത്ഥിപ്പാൻ മടിയാകും തോന്നിയതത് തന്നെ നിന്നുടെ മനക്കാമ്പിൽ ഞാനറിഞ്ഞിതു പരമാർത്ഥം ഇന്നതിന് നിൻ മാനസേ ശങ്കിക്കേണ്ട ദീനവത്സലനഹം വാനസ്ഥാനേകാഗ്രഹിയാകിയ നിനക്കു ഞാൻ മേദിനി സ്ഥാനെ വീണ്ടും നേടത്തു ചൊല്ലിക്കൊണ്ടാൽ കേവലമൊരു രാജ്യത്തോടെ നൽകുവനല്ലോ പാവനാത്മനാ ഭവാൻ തദ്വിഷയത്തെയെല്ലാം സ്വാധീനമാക്കിക്കൊണ്ടു വാഴുക തപസ്സും ചെയ്ത് ആദികളുണ്ടാകേണ്ട ഞാനുടയതു നിത്യം ദാനവനൈവം പറഞ്ഞിടിനോരളവിങ്കൽ സാനന്ദം മന്ദസ്മിതം പൂണ്ട് അരുൾ ചെയ്തു നാഥൻ ത്രൈലോക്യാധിപനായ നിന്നുടെ സൗജന്യവാക്കാലം വെച്ചേവം തന്നെ വീണങ്ങെന്നതു നൂനം ഞാനതിനതിബാലൻ ബുദ്ധിശക്തിയുമില്ല ദീനനെത്രയും തപശീലൻ അത്യാനന്ദാത്മാം മാനികളഖിലാർത്ഥ കാമികൾ മഹീന്ദ്രന്മാർ മാനവേന്ദ്രന്മാരവരോടിട തുടർന്നല്ലോ രാജ്യങ്ങൾ വന്ന് ന്യായമായതു രക്ഷിപ്പാനുള്ള യോഗ്യനല്ലതുകൊണ്ടു രാജ്യം ആഗ്രഹമില്ല ദേശങ്ങൾ പുരങ്ങളും ആലയങ്ങളും വേണ്ടാം കോശധാന്യാർത്ഥങ്ങളും ആശയില്ലെനിക്കെടോ കാനനേം തപം ചെയ്തു വാഴ്വാനായി ചെല്ലും നേടും പാനീയം തരികൊരു മൂവടി പ്രദേശം മമ നീ എനിക്ക് അതുകൊണ്ടു മതിയെന്നുറപ്പിച്ചു മായാവാമനൻ വജോരീതികൾ കേൾക്കായപ്പോൾ ദാനവ പ്രവരനും ചൊല്ലിനാൻ അതേ ഭവൻ മാനസേ കൊതിയുള്ളൂ കേവലങ്ങിന്നാകിലോ ഞാനതു തരാം അതു പോരാ എന്നത്രേ മമ മാനസഗതി അതു മതിയെന്നിരിക്കിലോ നീർതരം
ഭൃങ്കാരകമിഞ്ഞെടുക്കുന്നു ചൊല്ലുമ്പോൾ ഭാർഗവൻ വേറെ വിളിച്ചു ചൊല്ലിടിനാൻ. നീ ഇതെന്തിനു തുടങ്ങുന്നു ശുദ്ധാത്മനാം, മായാവൈഭവം പരമാർത്ഥം എന്നോർത്തിയിടൊലാം. മായാ മാനുഷനിവൻ വാമനൻ വടുവല്ലാം, മായാവേഷത്തെ പരിഗ്രഹിച്ചുള്ളവനത്രയും. കായാവിൻ മലനിരയോടെതിർപേശും മൃദുകായ സൗഭഗത്വവും ആജാനുബാഹുക്കളും. സാരസദലായതലോചനാഭാംഗങ്ങളും സ്മേരസുന്ദര ലളിതാനന വിലാസവും. ഗ്രീവാശോഭയും മലർമാനിനി വിലാസവും ഈ വണ്ണം കാൺമാനുണ്ടോ കേവലം മറ്റാർക്കാനും. മാധവനിവൻ വടുരൂപിയായി വന്നാനെന്നും ബോധമുറ്റുണർന്നറിഞ്ഞിടണം ഭവാനിപ്പോൾ. ഞാനിതിനൊരു രഹസ്യോക്തിയും നടേ തന്നെ ദാനവ പ്രഭു കേട്ടിട്ടുണ്ടതും കേൾക്കേണം. നീദാനഹോം ദേവേന്ദ്രിനി വിന്നിഹ ജഗത്രയും സാനന്ദം നിനക്കടക്കിടിന കാലത്തിങ്കൽ. കശ്യപഗൃഹത്തിങ്കൽ അതിഥി തനയനായും കാശ്യപീവരൻ വടുവാമന വേഷത്താലേം ജാതനായി ജഗത്രയും നിന്നോടു വാങ്ങി പുരുഹൂതനു കൊടുപ്പാനുണ്ടാരംഭിച്ചിരിക്കുന്നു. കേവലമേവം ജനശ്രുതികൾ അതും ഇതും ദേവാരെ പുനരൊന്നായി ചേർന്നു വന്നിരിക്കുന്നു. നീ ഇവയെല്ലാം വിചാരിച്ചുകൊണ്ട് ഇവിടെ ഇക്കാര്യമാവോളം വിചാരിച്ചു ചെയ്യണം പ്രഭോ. മൂവടിക്കവനിനി നീർ കൊടുത്തിടുന്നാകിൽ മൂവടി ജഗത്രയങ്ങടക്കിയളന്നുപോം. ചേതസി ഭവാനറിഞ്ഞില്ലെങ്കിൽ ചൊല്ലിത്തരാം. നീ തെളിഞ്ഞറിഞ്ഞ് ഉണർന്നിന്നുട നിയോഗത്താൽ വാമനൻ തന്നോടടുത്ത് അങ്ങനെ ഒരു ദിനം താമസമൊഴിഞ്ഞു വന്നിടുവാൻ പറഞ്ഞുടൻ. പോയാലെങ്കിപ്പോഴന്നങ്ങാദരിച്ചയച്ചാലും നീ യഥാമതം കൊടുത്ത് ആനന്ദസമന്നിതം. ന്യായമായി പറഞ്ഞതെപ്പേരുമീ തരാമിന്ന്, മായമിന്നിയെ ചൊന്നതെങ്ങനെ മറച്ചിനി ഞാനവനോടു പറഞ്ഞിടുന്നതെന്നല്ലേ. മാനസേ വിചാരമൊന്നായതു ഭവാനിപ്പോൾ കേളതുപോരും പിഴയില്ല. തങ്ങളിൽ ചേർന്ന് കേളികൾ ചൊല്ലുമ്പോഴും നാരികളോടും പിന്നെയും കേളിയെ സന്ധിപ്പിപ്പാനായി കൊണ്ടു ചൊല്ലുമ്പോഴും മീളാതവണ്ണം ധനമൊക്കവേ പോവുമ്പോഴും ജീവനം തന്നെ പൊയ്പോമെന്നു തോന്നിയിടുമ്പോഴും ആപതുണ്ട സത്യം എന്നുള്ളത് കേട്ടിട്ടില്ലേ. താപകം മനക്കാമ്പിൽ എന്നത് നിരൂപിച്ചും ഈ വണ്ണൻ രുഷ്ണീഭാവം തേടായെന്നെല്ലാം ശുക്രൻ ചൊന്ന വാക്കുകളൊന്നും ആദരിച്ചിടാതെ താൻ തന്നിലെ നിരൂപിച്ച സത്യസങ്കൽപ്പത്താലേ എന്നെയും ജഗത്രയും തന്നെയും ഭവാനെയും തന്നെയും ഉടയതായി നിന്നിടും ജഗസ്വാമി തന്നുടെ തിരുവുള്ളം എങ്ങനെയെന്നാലതേ വന്നിടും. വരുത്താവതൊന്നില്ല നമ്മാലേതും നിർണയം എന്നീ വണ്ണമുറച്ച് വടുരൂപിക്കർണസേ കൊടുപ്പാനായി ആരംഭിച്ച സുരേന്ദ്രൻ നിന്നുറച്ചത് കണ്ടു ശുക്രനും ശാപം ചെയ്താൻ. എന്നതുകൊണ്ടും ഭ്രമിച്ചിലവനകക്കാമ്പിൽ സത്യത്തെ സമാശ്രയിച്ചു ദാനം ചെയ്താൻ. ഉദകത്തെയും ഭൃങ്കാരകം തന്നിലാവാഹിച്ചുടൻ സത്വരം വടുരൂപി തന്നെത്താൻ വിളിച്ചുകൊണ്ട് ഉൾത്താരിൽ ശ്രദ്ധിച്ചതെന്തിപ്പോൾ ഞാൻ തരാമല്ലോ.
കാട്ടുക തവ കരപങ്കജം എന്നു ചൊല്ലി നീട്ടിനാ നിജകര സംസ്ഥമാം ബൃങ്കാരകം മൂവടി പ്രദേശമിഞ്ഞാശയെന്നുടൻ വടുരൂപിയും എഴുന്നേറ്റു ചെന്നു കൈകാട്ടുന്നേരം ദാനവൻ നിനക്കൊത്തിടത്തു മൂവടി നിലം ജ്ഞാനിക തന്നീനെന്നു നൽകിനാനുദകവും താനതിലൊരു കരടാക്കിടന്ന് ഉശനസും പാനീയം വീഴും മുഖമടച്ചുകൊണ്ടിടിനാൻ വാമനനത് സൂക്ഷ്മം അറിഞ്ഞങ്ങതു നീരം തൂമയോടൊരു ദർഭാഗ്രേണ താൻ കുത്തിയിടിനാൻ കുത്തുകൊണ്ടുശനോദൃക്കൊന്നു നൊന്തഴൽ പെട്ടം ചീർത്ത വേദനയോടെ നീങ്ങിനാനൊരു ഭാഗം ദാനവാരിയും തൃക്കൈ നിറഞ്ഞു വഴിഞ്ഞ് അതിക്ഷോണിയിൽ കരതലപ്പൊയ്യുന്നുണ്ടായി വന്നു ദാനവാരിയെ ഗ്രഹിച്ചിടിനോരളവിങ്കൽ ദാനവാരിയും വളർന്നിടിനാനനുക്ഷണം ദാനവാരിയെ കണ്ടു ദാനവാരീന്ദ്രൻ താനും ദാനവാരിത്തം ഗ്രഹിച്ചിടിനാ കൂടെ തന്നെ ദാനവാനയ ഗുരുവാണി ഞാൻ കേളായകയാൽ ദാനവാനായേ നിന്നു തന്നുള്ളിൽ തോന്നിക്കൂടി ദാനവാരികൾ വാദ്യഘോഷം ചെയ്താകും വണ്ണം ദാനവാരിക്കു ചൂഴും വന്നടുത്തിതു മോദാൽ ദാനവാരിയെ കൊണ്ടു ദാനവാരിയും തത്രാം താനത ബഹുകൃതരൂപിയായി ചമഞ്ഞുടൻ ഭൂലോകമടിയൊന്നായടക്കിയളന്ന് തൃക്കാലടി രണ്ടാമത് കൊണ്ടുടൻ സ്വർഗത്തെയും കാലേ താനളന്ന് മൂന്നാമതങ്ങുയർത്തിയ കാലടി പെരുവിരൽ നഗരം കൊണ്ട് മധ്യേ ബ്രഹ്മാണ്ടം പിളർന്നു ബാഹ്യാമൃത പ്രവാഹിനി നിർമ്മല ജഗൽ പ്രസിദ്ധോദയ ഹരിപദം തന്നാലെ മഹാഗംഗതാനുളവായാളിഞ്ഞും മന്നിടം തന്നിൽ പാപമാലിന്യം പോക്കിടുവാൻ അങ്ങനെ വിഷ്ണുപദം ശോഭിച്ചു കാണായളവങ്ങരവിന്ദോത്ഭവനാദികളെല്ലാവരും വന്നുടൻ ഭഗവൽ പാദാബ്ജക്ഷാടനം ചെയ്തു നിന്നു വന്ദിച്ചു പൂജിച്ച് അർച്ചിച്ചു സേവിക്കുമ്പോൾ പിന്നെയും ശ്രീപാദാബ്ജക്ഷാളന ജലനിധി ചെന്നൊന്നായി കൂടി നിന്നൊഴുകുകയാലേ മന്നിടമെല്ലാ സർവ പാപങ്ങളൊഴിഞ്ഞിടരന്നിയെ തെളിഞ്ഞു നിന്ന് ആനന്ദിച്ചിതു മെന്മേൽ നിന്നകാ വിഷ്ണുപതി തന്നെ മഹിമകൾ നമ്മാടോർത്തവർണ്യമിന്നന്വഹം വന്ദിക്കുന്നീൻ അന്നേരം ജഗന്നാഥൻ തന്മനോഹിതമറിഞ്ഞും അമ്പരകേദ്രാദ്യന്മാരാകും ഭാഷതന്മാരും വന്നു വന്ന് അഖിലേശൻ തന്നെ വന്ദിക്കും പൊഴുതം അന്യൂനഖേദാകുലകോപമോടസുരരും ചെന്നുടനമരകളോടു പോർ തുടങ്ങിനാൻ ഉന്നത ബഹുലഘോര ആരാവപൂരത്തോടും സംഗ്രാമമിടകലർന്നീടിനോരവസ്ഥയിലങ്ങേറെ മരിച്ചിതാ ദാനവപ്രവരരും തുങ്കന്മാരായ ധനുജാവലി യുദ്ധത്തിങ്കലങ്ങുടൻ മരിച്ചൊടുങ്ങുന്നതു കാണായപ്പോൾ മംഗലനായ മഹാബലിതാനോടിച്ചെന്ന് സങ്കരമൊഴിക്കുന്നു ദാനവന്മാരോടെല്ലാം നന്നായി പറഞ്ഞ് അനുസരിച്ചു വാങ്ങിച്ചപ്പോൾ ചെന്നധോലോകം പ്രാപിച്ചിടിനാരസുരരും ശൃംഗാരയോനി പ്രസൂവല്ലവൻ നാരായണൻ അങ്കജരിപു സേവ്യം തം നിയോഗത്താലപ്പോൾ ഖിന്നനായി നിൽക്കും ധനുജേന്ദ്രനേ സരഭസം ചെന്നഹികുലകാലൻ വരുണപാശത്താലേം
പിടിച്ചു കെട്ടി സകലേശ്വരപാദത്തിങ്കലടുക്ക വെച്ച് നമസ്കരിച്ചു നിൽക്കും നേരം പുതുപ്പുഞ്ചിരി കലർന്നമർത്തീന്ദ്രാനുജൻ താൻ ദിതിസന്തതീന്ദ്രനോട് അരുളി ചെയ്തിടിനാൻ. മൂവടി പ്രദേശം അങ്ങനെയ്ക്കു വസിപ്പാനായി നീ വലങ്കരതാരിൽ നീർ തരികയാലല്ലോ കേവലം മമ പാദം കൊണ്ടളന്നിതു ഞാനും. താവകമിവിടെ ഒന്നുള്ളതു രണ്ടായിപ്പോൾ ശേഷമെന്തിനി അളക്കാവതു നിനക്കതിൽ ഈശലെന്നിയെ പറഞ്ഞിടടോ മടിയാതെ. സത്യവാക്കിവിടെ നിന്നോടു പറഞ്ഞത് മിഥ്യയായി ചമയ്ക്കരുതുത്തമ പ്രഭോ ഭവാൻ. സത്യരക്ഷയിൽ വലുതായൊരു ധർമ്മം പാർത്താൽ ഇത്രിലോകികൾക്ക് ഇല്ലെന്നുള്ളതങ്ങകതാരിൽ നിശ്ചയിച്ചിരിക്കുന്ന നിന്നോടാവർത്തിച്ചു ഞാൻ അച്ഛമാനസ പറയണമോ വിശേഷിച്ചും. സച്ചിദാനന്ദ സ്വയം ജ്യോതിരവ്യയൻ തന്നെ സത്യമായതു പരമാത്മാവോ പരബ്രഹ്മം. അങ്ങനെയുള്ള പരമാർത്ഥ തത്വത്തെ മറന്ന് ഇങ്ങിനിക്കിനി ശേഷം തികച്ചു തന്നിടാകേം ചെന്നിനി നരകത്തിൽ തന്നെ നീ കിടക്കണം എന്നു വന്നിടും അതിനില്ല സംശയമേതും. എന്നെല്ലാം ജഗന്നാഥെന്താനരുൾ ചെയ്യുന്നേരം ഖിന്നനായി മഹാബലി വന്ദിച്ചു ചൊല്ലിടിനാൻ. നിന്തിരുവടിയുടെ മായാവൈഭവം പാർത്താൽ അന്തരാതിരിച്ചറിയാപതല്ലെനിക്കേതും. ബന്ധുവത്സലനായ നിന്തിരുവടി തുലോ മന്ഥനാം അടിയനുള്ളേടമൊക്കെയുമിപ്പോൾ രണ്ടടിയായിക്കൊണ്ട് അളന്നിടിനാൻ. ഇനി ശേഷമുണ്ടൊരു ശരീരം മാത്രം മമ ശേഷിച്ചിപ്പോൾ മച്ചിരോഭുവി തൃക്കാൽ വെച്ചുകൊണ്ട് അടിയനാലുക്തമാ സത്യം രക്ഷിക്കണമേ ദയാനിധേ എന്നേവം തൊഴുതു വന്ദിച്ചു ചൊല്ലിടും നേരം വന്നുടൻ ഭഗവൽ ശ്രീപാദാബ്ജദ്വന്ദ്വം തന്നെ തന്നുള്ളിൽ മുഴുത്തെഴും ഭക്തി പൂണ്ട സുരേന്ദ്രൻ വന്ദിച്ച് നമസ്കരിച്ചിടിനാം പ്രഹ്ലാദനും. തന്നുടെ ഭക്തന്മാരിലുത്തമൻ തന്നെ കണ്ടു തന്നെത്താൻ മറന്ന് ആനന്ദിച്ചിതു ഭഗവാനും. രമ്യചേതസാം ഭഗവത് സ്വരൂപത്തെ കണ്ടു നിർമ്മലൻ കൂപ്പി സ്തുതിച്ചന്തികേ നിൽക്കും നേരം ഖിന്നനാഭിരോചന നന്ദനന്താനും ചെന്ന് സന്നിധോ പിതാമഹൻ തന്നടി വണങ്ങിനാൻ. ബ്രഹ്മാവും ബ്രഹ്മാത്മകനായ ദേവേന്ദ്രാനുജൻ തന്മലരടി കൂപ്പി നിന്നുടനുണർത്തിച്ചാൻ. നിർമ്മലൻ ധർമ്മിഷ്ഠനായുള്ളവൻ ഇവനുടെ കൽമഷമൊഴിച്ചു ബന്ധത്തെയുമഴിച്ചുടൻ നന്നായങ് അനുഗ്രഹം ചെയ്ത് അയക്കണം. പുനരെന്നുണർത്തിക്കും നീരമരുളി ചെയ്തു ദേവൻ. ഞാൻ അനുഗ്രഹം ചെയ്യുവാൻ കാലമായി വരുന്നവൻ ദീനനായി വരും അതിൻ മുൻപിലെന്നറിഞ്ഞാലും മാനസമദന്ധനഹേതുനാ ഭവിച്ചിടും. മാനുഷാദികൾക്കതു താനീ പോയകലുമ്പോൾ പൂതനായി വരുമവൻ അപ്പൊഴുതനുഗ്രഹഹേതുവും ഭക്ത്യാ ഭവിച്ചിരും എന്നറിക നീ. ആകയാലിവൻ മഹാമായയെ ജയിച്ചവനേകതാം നിജധനമൊക്കവേ നശിച്ചപ്പോൾ മാനസേ ചെറുതൊരു സംഭ്രമമുണ്ടായില്ലാം. ദാനവനതി ശുദ്ധമാനസനായാനിപ്പോൾ കേവലമിനി മമ ലോകം പ്രാപിക്കും ഇവൻ
സാവർണി മനുവിങ്കിൽ ഇന്ദ്രനാകയും ചെയ്യും. അത്ര കാലവും സുതലത്തിങ്കലിരിക്ക് പോയി അത്യന്തം മമ പദഭക്തി പൂണ്ടനുദിനം മുക്തനായി വരികെന്നു മുഗ്ധഹാസവും കലർന്ന് ഉത്തമപുമാൻ അരുൾ ചെയ്തുടനവനുടെ മസ്തകമധ്യേ തൃക്കാൽ വെച്ചും മൂവടി തികച്ചെത്രയും നന്നായി വരികെന്ന യച്ചരുളിനാൻ. തൽക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച് ഉൾക്കനിവിയെന്നതിഭക്തനാം പ്രഹ്ലാദനും ഭക്തവത്സല പ്രസാദത്തെയും വഹിച്ചുകൊണ്ടൊക്കെ തക്കവേ പൗത്രൻ തന്നോടുകൂടെ പോയാൻ. ചെന്നവൻ മുകുന്ദപാദാബ്ജവും ധ്യാനിച്ചു കൊണ്ടന്യകം സുതലത്തിൽ വാണാരങ്ങിരുവരും. പിന്നെയങ്ങുടൻ ഭൃഗുനന്ദനാജ്ഞയാം ബലിതന്നുട മഹശേഷം ചെയ്തു കൂട്ടിനാൻ മോദാൽ. ഇങ്ങനെ മഹാബലിയോടുടൻ ത്രൈലോക്യം പണ്ടിഞ്ഞു മൂവടിയായിക്കൊണ്ടിന്ദ്രനു നൽകിയിടിനൻ. അന്നനന്തരം ബ്രഹ്മവാദികളഖിലരും ഒന്നിച്ചം നിഗമാന്തവാക്യ ശബ്ദാർത്ഥങ്ങളാൽ ചിന്മയപദം കൂപ്പി സ്തുതിച്ചങ്ങുപേന്ദ്രനായി നിർമ്മലൻ തനിക്കഭിഷേകവും ചെയ്തിടിനാർ. മംഗലൻ നാരായണൻ തന്നനുഗ്രഹവശാൽ അങ്ങമരേന്ദ്രൻ താനും സൗഖ്യമായി വാണിടിനാൻ എന്നെല്ലാം ത്രൈവിക്രമം കേട്ടു തന്നകം തെളിഞ്ഞ് അന്നേരം തൊഴുത് മത്സ്യാവതാരത്തെ കേൾപ്പാൻ മന്നവൻ അത്യാഗ്രഹം പൂണ്ട് അപേക്ഷിച്ചാൻ. എങ്കിൽ നിന്നുള്ളം തെളിഞ്ഞ് കേൾക്കുന്നു ശ്രീശുകൻ ചൊന്നാൻ.